ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജി, ക്ഷുദ്രം, കൂടോത്രം, കൈവിഷം, ഇങ്ങനെ ഇത്യാദി പല കാര്യങ്ങളും അതിനകത്ത് സംഭവിക്കുന്നു. തകിട് കുഴിച്ചെടുക്കുക, അത് കണ്ടുപിടിക്കുക, ഇന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്, അത് എടുക്കുക. എന്തോ ആഭിചാരം എന്നെ ബാധിച്ചിട്ടുണ്ട്, ആരോ എനിക്ക് പണി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ നെഗറ്റീവ് എനർജി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഉണ്ടായത് ഒന്നുകിൽ ആഭിചാരം കൊണ്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ പൂർവ്വജന്മ പാപം കൊണ്ട് സംഭവിച്ചതാണ്. ശരയോഗയിൽ ഇതിൻ്റെ പരിഹാരം ഉണ്ടോ എന്ന് തേടി നമ്മുടെ അടുത്ത് വരാറുണ്ട്. സയൻസ് ഓഫ് ബ്രീത്തിൻ്റെ എല്ലാമായ രാഹുൽ കാർത്തിക് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്തേ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ ഒരു സംശയം, നമ്മൾ പലപ്പോഴും ഈ ബ്ലാക്ക് മാജിക്, മന്ത്രവാദം, കൂടോത്രം, ഉള്ളിൽ കൊടുക്കുന്ന കൈവിഷം, പലരും അത് വിശ്വസിക്കുന്നവരുണ്ട്. പലരും അത് പ്രതിവിധിക്ക് വേണ്ടി പല ആളുകളെയും ചെന്ന് കണ്ട് അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പലരും ഛർദ്ദിച്ച് കളയുന്ന സംവിധാനങ്ങളുണ്ട്. അതായത് 6 മാസത്തിന് മുമ്പ് മിച്ചറിൽ കൈവിഷം കൊടുത്തു. പക്ഷേ അദ്ദേഹം ആ ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് മരുന്ന് കൊടുക്കുമ്പോൾ ഇദ്ദേഹം ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത് വരുമ്പോഴത്തേക്കും അത് വെളുപ്പാൻ രാവിലെയാണ്, അതിരാവിലെയാണ് ആ മരുന്ന് കഴിക്കുന്നത്. പക്ഷേ 6 മാസത്തിന് മുമ്പ് കഴിച്ച ആ മിച്ചർ അവിടെ ഛർദ്ദിക്കും. അങ്ങനെ അപ്പോൾ എന്തിലാണോ കൈവിഷം കൊടുത്തത് അത് അവിടെ ഛർദ്ദിക്കും. അങ്ങനെ പല സംഭവങ്ങളും കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട് ഈ കൈവിഷത്തിൻ്റെ പ്രതിവിധി. ഇപ്പം എൻ്റെ ഒരു സംശയം, ഈ ശരനൂൽ ശാസ്ത്രം, അതിൻ്റെ വിധി യോഗയാണല്ലോ, ശരയോഗയാണല്ലോ. അപ്പം അത് പ്രകാരം ഇത്തരം കൂടോത്രം, ബ്ലാക്ക് മാജിക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലയോ, ഇതൊക്കെയാണ് എൻ്റെ സംശയം. ശരയോഗയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ ബ്ലാക്ക് മാജിക്ക്, നെഗറ്റീവ് എനർജി, പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ ക്ഷുദ്രം, കൂടോത്രം, കൈവിഷം, ഇങ്ങനെ ഇത്യാദി പല കാര്യങ്ങളും അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കൽ തന്നെ ഒരുപാട് പേര്, ഒത്തിരി പേര് ഈ പറയുന്ന അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ചിലപ്പോൾ അസുഖങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടായിരിക്കാം. വളരെ നല്ല മെച്ചപ്പെട്ട സാമ്പത്തിക തലത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അതെല്ലാം ബിസിനസ് തകരുക, വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോവുക, അങ്ങനെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധി വളരെ പെട്ടെന്ന് ഉണ്ടാകുക. അതുപോലെ തന്നെ കുടുംബത്തിൽ ബന്ധങ്ങൾ ശിഥിലമാകുക, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, കുടുംബ ബന്ധത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുക. ഇങ്ങനെയുള്ള പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒന്നുകിൽ അവർക്ക് സ്വയം തോന്നും, എനിക്ക് എന്തോ ഈ പറയുന്ന ആഭിചാരം, അങ്ങനെയാണ് പറയുന്നത്, എന്തോ ആഭിചാരം എന്നെ ബാധിച്ചിട്ടുണ്ട്, ആരോ എനിക്ക് പണി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ നെഗറ്റീവ് എനർജി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ക്ഷുദ്രം, കൂടോത്രം എന്തോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണ ഒന്നുകിൽ അവർക്ക് സ്വയം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും അവരോട് പറയും. അവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവർ കൺസൾട്ട് ചെയ്യുന്ന ആരെങ്കിലും പറയും, ഇതാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പറയും. പിന്നെ അതിൻ്റെ പരിഹാരം തേടി ഒരു അലച്ചിലാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കൈവിഷ ദോഷം മാറ്റുക, അല്ലെങ്കിൽ ക്ഷുദ്രം, ആഭിചാരം, അത് കൂടോത്രം, അതിനെ ആ ദോഷം മാറ്റുക, നെഗറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്യുക, ഇതിനുള്ള അക്ഷീണമായിട്ടുള്ള ശ്രമങ്ങളാണ് പിന്നെ അവർ നടത്താറ്. ഇതിലെനിക്ക് സൂചിപ്പിക്കാൻ ഒരു കാര്യമാണ്, നമ്മളെ ക്ലിഫ് ഹൗസിൽ മന്ത്രിമാർ പോലും, മുഖ്യമന്ത്രി പിണറായി സഖാവുള്ള സമയത്താണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ക്ലിഫ് ഹൗസിൽ ഈ ഭൂമിയിൽ അത് ആ ഭൂമിക്കകത്ത് നിന്ന് തകിട് കുഴിച്ചെടുക്കുക, അത് കണ്ടുപിടിക്കുക, ഇന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്, അത് എടുക്കുക, ഇങ്ങനെയൊക്കെ വാർത്തകളും വിവാദങ്ങളുമായതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് രാഷ്ട്രീയക്കാരായിരുന്നാലും ശരി, ഉയർന്ന ബിസിനസ്സുകാരായാലും ശരി, അവരൊക്കെ ഇത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ആളാണ്, അത് ഒരിക്കലും വിശ്വസിക്കാത്ത ആൾക്കാരാണ്, പക്ഷെ അവരും ചെയ്യുന്നുണ്ട്. മനുഷ്യന് എപ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾക്ക് നമ്മുടേതല്ലാത്ത കാരണം, പ്രത്യേകിച്ചും നെഗറ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്കുണ്ടാകുന്ന പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ, അത് ചിലപ്പോൾ ഒരു അസുഖമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പരാജയമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഏത് ഒരു പ്രതികൂലമായ അവസ്ഥയ്ക്കും നമ്മൾ എപ്പോഴും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് അത് സംഭവിച്ചു എന്ന് പറയാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒരു അന്വേഷണം നടത്തും. എനിക്കൊരു പ്രശ്നം ഉണ്ടായി, അതെൻ്റെ കുഴപ്പം കൊണ്ടല്ല,
അത് ഉണ്ടായത് ഒന്നുകിൽ ആഭിചാരം കൊണ്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ പൂർവ്വജന്മ പാപം കൊണ്ട് സംഭവിച്ചതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങളിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇതിന് പലപ്പോഴും സ്പിരിച്വാലിറ്റിയെ നമ്മൾ അതിലേക്കാണ് കണക്ട് ചെയ്തുകൊണ്ട് വരിക. ആത്മീയതയെ കണക്ട് ചെയ്യുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരയോഗയുടെ പ്രാക്ടീസുമായിട്ട്, സയൻസ് ഓഫ് ബ്രീത്തിൻ്റെ പ്രാക്ടീസുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഈ പറയുന്ന ഇതേ പ്രശ്നവുമായിട്ട്, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആഭിചാരമാണ്, നെഗറ്റീവ് എനർജിയാണ്, ബ്ലാക്ക് മാജിക് ചെയ്തതാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ന് വിശ്വസിക്കുകയും അതിൻ്റെ പരിഹാരം തേടി പല സ്ഥലങ്ങളിലും പല മാർഗങ്ങളിലും, അത് സ്പിരിച്വലായിട്ടുള്ള പല മാർഗങ്ങളിലും അവർ പോയിട്ട് ധാരാളം അവരുടെ സമ്പത്തും അവരുടെ സമയവും ഒക്കെ അവർ അവിടെ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുകയും അതിനുശേഷം വീണ്ടും ഉത്തരം കിട്ടാതെ അപ്പോൾ മറ്റൊരാൾ പറയുന്നു ഇനി ഉത്തരം മറ്റൊരിടത്തു നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ വന്ന് ചിലപ്പോൾ അവർ ശരയോഗയിൽ ഇതിൻ്റെ പരിഹാരം ഉണ്ടോ എന്ന് തേടി നമ്മളടുത്ത് വരാറുണ്ട്. നമ്മൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഒരു നിസ്സംശയം ഉത്തരം പറയാൻ സാധിക്കും. ശരയോഗയെ സംബന്ധിച്ചിടത്തോളം ശരയോഗ പ്രാണബോധത്തിൽ നിൽക്കുന്നൊരു പ്രാക്ടീസാണ്. പ്രാണബോധം എന്ന് പറഞ്ഞാൽ ശുദ്ധബോധമാണ്. ശുദ്ധബോധത്തിൽ പോസിറ്റീവും നെഗറ്റീവും ഇല്ല. ശുദ്ധബോധത്തിൽ പോസിറ്റീവും നെഗറ്റീവും ഇല്ല. ഗുഡ് ആൻഡ് ബാഡ്, നല്ലതും ചീത്തയും ഇല്ല, പുണ്യവും പാപവും ഇല്ല, സ്വർഗവും നരകവും ഇല്ല, പൂർവ്വജന്മവും പുനർജന്മവും ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊന്നും അവിടെ ഇല്ല. അവിടെ പ്രസൻറ്റിൽ ശുദ്ധബോധത്തിൽ ഈ നിമിഷം ജീവിക്കുക എന്നുള്ളതാണ് ശരിക്കും ശരയോഗയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു തരത്തിൽ അദ്വൈതം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന സംശയങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ, എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പറയുന്ന പൂർവ്വജന്മാർച്ചിതമാണോ, അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആഭിചാരത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണോ, മറ്റെന്തെങ്കിലും ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായിട്ടുണ്ടായതാണോ എന്ന് ചിന്തിക്കുന്ന തലം എന്ന് പറയുന്നത് അദ്വൈതമല്ല, അതിൻ്റെ താഴെയുള്ള തലമാണ്, അത് ദ്വൈതമാണ്. ദ്വൈതം മീൻസ് ഡ്യുവാലിറ്റി. അവിടെ രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റ്സ് അവിടെ റൈസ് ചെയ്യും. ഗുഡ് ഓർ ബാഡ്, എനിക്കുണ്ടായ അനുഭവം നല്ലതോ ചീത്തയോ. അപ്പോൾ ചീത്തയാണെങ്കിൽ അതിനൊരു നിർവചനം, ഇനി പൂർവ്വജന്മാർച്ചിതം, പുനർജന്മം, ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഇതിങ്ങനെ ഒരു ഡ്യുവാലിറ്റി അവിടെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ദ്വൈത്തം എപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും നമ്മൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും അതിനെ സ്വീകരിക്കുക. ഇത് മാനസിക തലമാണ്, ഇതിനെ സൂക്ഷ്മം എന്ന് പറയും. സൂക്ഷ്മ തലത്തിലാണിത് പലപ്പോഴും സംഭവിക്കുക. അതിൻ്റെ പ്രകടമായ ഉദാഹരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കുകളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് അഥർവവേദമാണ്. അഥർവവേദത്തിലാണ് മന്ത്രവാദത്തെക്കുറിച്ചൊക്കെ പറയാറുള്ളത്. അഥർവവേദത്തിൽ തന്നെ ഈ പറയുന്ന ക്രിയകളെല്ലാം ചെയ്യുന്നത് മന്ത്രതന്ത്ര യന്ത്രവിധികളിലൂടെയാണ്. ഒരു മനുഷ്യന് അവനൊരു മന്ത്രം, ഒരു സ്പെൽ എന്ന് പറയുന്ന ഒരു മന്ത്രം അവൻ ജപിക്കുമ്പോൾ, ചാൻറ്റ് ചെയ്യുമ്പോൾ അത് വാചികമാണ്. ഈ വാചികം സംഭവിക്കുന്നത് മാനസിക തലത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്. മനസ്സിൻ്റെ പ്രതിഫലനമാണ് വാക്കുകളെന്ന് പറയുന്നത്. അതൊരു മന്ത്രമായാലും ഒരു നല്ല വാക്കായാലും ഒരു ചീത്ത വാക്കായാലും മനസ്സിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും മനസ്സിൽ നിന്നുകൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിൽ നിന്നുകൊണ്ട് മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാനാണ് എല്ലാവരും പറയുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. മനസ്സ് ബാലിയെ പോലെയാണ്. മനസ്സിനെ നേരിട്ട് എതിർക്കാൻ സാധ്യമല്ല. നേരിട്ട് എതിർക്കാൻ പോയാൽ നമ്മുടെ പകുതി ബലം കൂടി ബാലി കൊണ്ടുപോകുമെന്ന് പറയുന്നത് പോലെ മനസ്സ് ബാലിയെ പോലെ അജയ്യനായിട്ട് നിൽക്കും. മനസ്സിനെ നേരിട്ട് എതിർക്കാൻ പോയാൽ മനസ്സിനെ നമുക്ക് മറികടക്കാനേ സാധിക്കുകയുള്ളൂ. മനസ്സിന് ഇപ്പോൾ ഞാനതിൻ്റെ വളരെ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ മക്കളെയൊക്കെ ഉപദേശിക്കാറുണ്ട്, നമ്മളെയും പലരും ഉപദേശിക്കാറുണ്ട്. ഉപദേശം കേൾക്കാൻ നമുക്കും ഇഷ്ടമില്ല, നമ്മൾ ഉപദേശിക്കുന്നവർക്കും അത് കേൾക്കാൻ ഇഷ്ടമില്ല. ഉപദേശം ആർക്കും ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? ഉപദേശം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നത്. മനസ്സിൻ്റെ നിയന്ത്രണമാണ് ഉപദേശത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ എവിടെയൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ പരാജയപ്പെടും. ഒരു സംശയം ചോദിച്ചിട്ടെ, ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു, അവിടെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്കൂളിലോ മറ്റ് സ്ഥലത്തോ, കൂടുതൽ ഇപ്പോൾ സ്കൂളുകളിലാണ് ഇത്തരം സംവിധാനങ്ങൾ വരുന്നത്. കാര്യം ഈ ലഹരി ഉപയോഗം അങ്ങനെ പല കുട്ടികളും പല സ്ഥലത്തുനിന്ന് വരുന്നു. പുറത്തുനിന്ന് കാരിയർമാർ ഈ കുട്ടികളെ വഴിതെറ്റിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സാറ് പിടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചിട്ട് ഇവർ ഉപദേശിക്കാറാണ്, നിങ്ങളിത് ചെയ്യരുത്, നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വാഴ സിനിമയിൽ നമ്മളത് കണ്ടതാണ്, ലേറ്റസ്റ്റ് വാഴ 2 ഇത് നിങ്ങളെ ജീവിതം നശിക്കും എന്നുള്ള രീതിയിൽ ഉപദേശിക്കുകയാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞത് ഉപദേശിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഉപദേശം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. നിങ്ങൾ ഇപ്പം നമ്മൾ പറയുന്നതാണ്, വീട്ടുകാരായിരുന്നാലും മക്കളെ പോവല്ലേ, ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇത് സംഭവിക്കും. നമ്മളെങ്ങനെയാണ് അവരുടെ അധികാരം എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് മേൽ നമ്മൾ നിയന്ത്രിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റുമത്? തീർച്ചയായിട്ടും. ഇപ്പോൾ കുട്ടികളുടെ കാര്യം വിടും. ഞാനിപ്പം അങ്ങേ ഉപദേശിക്കുകയാണ്,
അങ്ങേ ഉപദേശിക്കുമ്പോൾ അങ്ങ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങ് സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങ് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രീതിയെ തിരുത്തണമെന്നാണല്ലോ എൻ്റെ ഉപദേശം വരുന്നത്. ആ ഉപദേശം എന്ന് പറയുന്നത് അങ്ങേക്കൊരു നിയന്ത്രണമാണ് ഞാൻ വെക്കുന്നത്. ആ നിയന്ത്രണത്തെ ഉപദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷത്തിനും ഉപദേശങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാറില്ല. അപ്പോൾ ഉപദേശം, ഞാൻ പറയുന്ന ഉപദേശം നിയന്ത്രണമാണ്, മനസ്സിൻ്റെ നിയന്ത്രണമാണ് ഉപദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യം നിയന്ത്രണമല്ല, മറികടക്കണം. മനസ്സെന്ന് പറയുന്ന ബോധത്തെ മറികടക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ പറയുന്ന ബാലിയെ നേരിട്ട് എതിർക്കാതെ പരാജയപ്പെടുത്തിയ ശ്രീരാമചന്ദ്രനെ പോലെ നമ്മൾ പ്രവർത്തിച്ചാലേ മതിയാവുള്ളൂ. അപ്പോൾ അതിന് ഒളിഞ്ഞു നിന്ന് എന്നുള്ളതല്ല, മനസ്സിനെ നമ്മൾ മറികടക്കണമെങ്കിൽ അതിനെ നേരിട്ട് എതിർക്കുകയല്ല അതിനുള്ള പോംവഴി എന്ന് പറയുന്നത്. മനസ്സിനെ മറികടക്കാനായിട്ട് ശ്വാസബോധത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. കാലികമായ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ നമുക്ക് ഉപദേശിക്കാനല്ലാതെ അല്ലെങ്കിൽ അവരെ ഏത് വഴിക്ക് കൊണ്ടുവരാൻ പറ്റും? അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തുകൊണ്ടാണ് അവൻ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്? അവൻ ലഹരിക്ക് അടിമപ്പെടുന്നത് തന്നെ, ലഹരി എന്ന് പറയുന്നത് അവൻ ഏതെങ്കിലും തരത്തിൽ അവൻ്റെ മാനസിക തലത്തിനെ ഒരു പ്രത്യേക അനുഭൂതി നൽകുന്നു എന്നുള്ള ബോധ്യത്തിലാണ് അവൻ ലഹരിക്ക് പിന്നാലെ പോകുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ ഒരു ശുദ്ധബോധം എത്തിക്കഴിഞ്ഞാൽ, അവൻ്റെ ഒരു ശുദ്ധബോധം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേ ലഹരി അവൻ്റെ ശുദ്ധബോധത്തിൽ നിന്നും ഈ ലഹരി വസ്തു ഉപയോഗിക്കാതെ തന്നെ അവന് കിട്ടുകയാണ്. ഈ ആനന്ദം അവൻ അവിടെ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അതിനെ ശുദ്ധബോധം എന്ന് പറയാൻ പറ്റും, അതിനെ കൈവല്യം എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഉപദേശം ഇല്ലാതെ തന്നെ മനസ്സിനെ മറികടന്നുകൊണ്ട് ആ വിപത്തിനെ മറികടക്കാൻ, ഓവർകം ചെയ്യാൻ അവൻ പഠിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമുക്കുണ്ടാകുന്ന ഏത് അടിസ്ഥാന പ്രശ്നങ്ങളും, ആരോഗ്യ പ്രശ്നം ആയിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നം ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിക്കോട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആഭിചാരമാണ്, ബ്ലാക്ക് മാജിക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ക്ഷുദ്രമോ കൂടോത്രമോ അല്ലെങ്കിൽ ഈ പറയുന്ന കൈവിഷമോ നെഗറ്റീവ് എനർജിയോ ആണ് എന്ന് വിശ്വസിക്കുന്നിടത്ത് നമ്മൾ മാനസിക തലത്തിലേക്ക് അവിടെ മനസ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ പരിഹാരം തേടുകയാണ്. മനസ്സ് പറയും നീ അത് ചെയ്, നീ ഇത് ചെയ്, അതിൻ്റെ പരിഹാരം അത് ചെയ്, നീ നിനക്ക് ക്ഷുദ്രം ചെയ്തിട്ടുണ്ടോ എങ്കിൽ നീ അതിൻ്റെ പരിഹാരം ചെയ്, എന്നിട്ട് തിരിച്ചു വേണമെങ്കിൽ ഒരു ക്ഷുദ്രം ചെയ്യാൻ പറയും. അപ്പം ആൾക്കാർ ഇങ്ങനെ ഒരു അലച്ചിലായി, ഈ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അലഞ്ഞുകൊണ്ടേയിരിക്കുക. ഇവർക്ക് ഉത്തരം കിട്ടില്ല. ഇവർ ഉത്തരം കിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഡ്യുവാലിറ്റി, ഈ ദ്വൈത്വത്തിൽ അവർ പെട്ട് കിടക്കും. ജീവിതകാലം മുഴുവൻ അവരുടെ അധ്വാനവും അവരുടെ സമ്പത്തും എല്ലാം അവരുടെ സമയവും എല്ലാം ഇതിനു വേണ്ടി അവർ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ആ ഒരു അവസ്ഥയെ മറികടക്കുന്നതിനാണ് ആ പറയുന്ന കൈവല്യ സിദ്ധി എന്ന് പറയുന്നത്. അത് ശുദ്ധബോധമാണ്. ശുദ്ധബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രാണബോധത്തിലെത്തി. പ്രാണൻ എന്ന് പറയുന്നത് എനർജിയാണ്. എനർജിക്ക് ശരിയും തെറ്റും, ഗുഡ് ഓർ ബാഡ് ഒന്നുമില്ല. എനർജി എന്ന് പറയുന്നത് പ്യുവർ ഫോമാണ്, ഏറ്റവും ശുദ്ധമായ അവസ്ഥയാണ്. ആ ശുദ്ധമായ അവസ്ഥയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത, ഒരു ധാരണയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിന് ആ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് ഹൗ ടു ആക്ട്, എങ്ങനെ പ്രവർത്തിക്കണം, ഡിസിഷൻ മേക്കിംഗ് പവർ, എങ്ങനെ ഈ നമുക്കുണ്ടായിട്ടുള്ള പ്രതികൂലാവസ്ഥയെ മറികടക്കാനുള്ള മാർഗം ഏത് എന്ന് എൻ്റെ ഉള്ളിൽ നിന്നൊരു ക്ലാരിറ്റിയോട് കൂടി ഒരു ഉത്തരം എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്, അങ്ങയുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ആ ഉത്തരത്തിനെ കാണാതെ ഇതിനെ മന്ത്രവാദത്തിൻ്റെ ഒരു പരിവേഷം കൊടുത്തുകൊണ്ട് മന്ത്രവാദത്തിലൂടെ പരിഹാരം കാണാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. ആ ക്ലാരിറ്റി, നമുക്ക് ആവശ്യമുള്ള ഉത്തരം, നമ്മുടെ ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ സഹായിക്കുന്ന ആ റെമഡി ദാറ്റ് ലൈസ് ഇൻസൈഡ് അസ്, അത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻസൈഡ് അസ്. അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിജ്ഞാനമായ കോശം എന്ന് പറയും. ആ ഒരു തലത്തിലേക്ക് നമ്മൾ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ, ആ പരമഗുരുവായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഈ സിറ്റുവേഷനെ മറികടക്കാം, നമ്മുടെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. ആ ഇന്നർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാത്തവരാണ് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ, ആഭിചാരമെന്നും ബ്ലാക്ക് മാജിക് എന്നും അതുപോലെ തന്നെ ഈ പറയുന്ന ക്ഷുദ്രമെന്നും കൂടോത്രമെന്നും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി അവരുടെ അർത്ഥവും അവരുടെ സമയവും അവർ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എനർജി ഉണ്ട്. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷസ്, അങ്ങനെയുള്ള പല രക്ഷസുകൾ, യക്ഷി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അപ്പോൾ ദേവതകളാണെല്ലാം. എന്നാൽ പോലും നമ്മൾ ഈ റോഡിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വഴിവെക്കില്ല, അത് കണ്ടു ഇത് കണ്ടു എന്ന് പേടിച്ച് ഭയപ്പെട്ട് വരണവരുണ്ട്. അപ്പം പണ്ടുള്ളവർ ചെയ്യണം എന്താണ്, അങ്ങനെ പേടിച്ച് പറഞ്ഞ് പെട്ടെന്നൊരു ഭസ്മം ഇട്ട് അടുത്ത ദിവസം പുള്ളി ക്ലിയർ ആയി. അപ്പം അതിലെന്താണുള്ളത്? അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഒന്ന്, പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, രണ്ടെണ്ണമായില്ലേ, പോസിറ്റീവ് നെഗറ്റീവ്, ദ്വൈതം, ഡുവാലിറ്റി ഹാപ്പൻസ് ഇൻ മൈൻഡ്. മനസ്സാണ് ഈ ദ്വൈതത്തിന് ഉയർത്തിയത്. പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്, ആ ധാരണയിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിൽ ജീവിച്ചാൽ എന്നും നിങ്ങൾ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമുക്കൊരു നല്ല അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ പോസിറ്റീവ്, നമുക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ നെഗറ്റീവ്.
അതിൽ തന്നെ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് അനുഭവം ഉള്ളപ്പോഴും നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠയാണ്, ഇനിയിപ്പോൾ ഒരു നെഗറ്റീവ് വരും, ഇതിൻ്റെ പുറകെ നെഗറ്റീവ് വരും. കാരണം മനസ്സതിനെ എന്ത് ചെയ്യുകയാണ്, അട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് സബ് കോൺഷ്യസിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അങ്ങ് പറഞ്ഞതിനകത്ത് രണ്ടാമത്തെ ഉത്തരവുണ്ട്. ഈ പറയുന്ന ഒരാൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്റ്റഡായി. അപ്പോൾ അതിന് അയാളെ അങ്ങ് പറഞ്ഞതുപോലെ ഭസ്മം ഇടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം മാറി. മനസ്സ് പറഞ്ഞു ഭസ്മം ഇട്ടു, ആ നെഗറ്റീവ് അവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവിലേക്ക് പോയി. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പൂർവാധികം ശക്തമായിട്ട് എന്ത് ചെയ്യും, ഇത് തിരിച്ച് വീണ്ടും ഈ പറയുന്ന നെഗറ്റീവിലേക്ക് പോകും. വീണ്ടും ഇനി അടുത്ത് ഭസ്മം ഇട്ടാൽ മാറൂല, ഇനി മന്ത്രവാദം ചെയ്യണം, ഇനി മന്ത്രവാദം ചെയ്യേണ്ടി വരും. അപ്പോൾ ഭസ്മം ഇടുന്നതിന് 100 രൂപയാണ് ചിലവെങ്കിൽ ചിലപ്പോൾ മന്ത്രവാദം ചെയ്യുമ്പോൾ 10,000 രൂപ ചിലവാകും. വീണ്ടും അതിന് നമ്മളെ ഈ പറയുന്ന നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും എല്ലാം നമ്മളവിടെ വീണ്ടും അവിടെ ചിലവഴിച്ചുകൊണ്ടിരിക്കും. വീണ്ടും പ്രശ്നം വരും. അവിടെ മന്ത്രവാദം കൊണ്ടും പരിഹാരമില്ല. പിന്നെ വേണമെങ്കിൽ അതിനേക്കാളും കടുത്ത പ്രയോഗങ്ങളിലേക്ക് പോകും. ഇതാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാണബോധത്തിലേക്ക് വരിക, ശുദ്ധബോധത്തിലേക്ക് വരിക എന്നുള്ളതാണ് ശരിക്കും ശരയോഗിയുടെ തത്വം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല. ഒരു ശരയോഗിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല. പ്രാണബോധത്തിൽ മുന്നോട്ട് പോകുന്നു, പ്രസൻറ്റ് നിൽക്കുന്നു, കൺഫ്യൂഷൻസ് ഇല്ല. എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ, എന്നെ ബാധിക്കുന്ന, ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ, എനിക്ക് പ്രതികൂലമായി വരുന്ന സാഹചര്യങ്ങളെ എൻ്റെ ഇന്നർ സെൽഫ്, എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ മറികടക്കാനുള്ള ബോധം, കണക്ഷൻ എനിക്കുണ്ട്. അത് ശരയോഗിയിലൂടെ ശ്രദ്ധിച്ചതാണ്. അങ്ങനെ എന്തായാലും അങ്ങയുടെ ശിഷ്യഗണങ്ങൾ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലാണ്. ഇപ്പോൾ എത്ര പേരുണ്ടാവും? 500ഓളം പേരുണ്ടാവും. എല്ലാവരും ഈ ഒരു ചിന്തയിൽ ആണ് മുന്നോട്ട് പോകുന്നത്. എപ്പോഴെങ്കിലും ഇവർ ഇങ്ങനെ ഒന്ന് ചാഞ്ചാടുള്ള ശ്രമം നടത്തി? ഉറപ്പായിട്ടും നമ്മളിതെല്ലാം പറയുമ്പോൾ നമ്മളും മാനസിക തലത്തിലേക്ക് പോകാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. പക്ഷേ മാനസിക തലത്തിൽ ഒരു സാധാരണ മനുഷ്യൻ 24 മണിക്കൂറിൽ അവനൊരു 6 മണിക്കൂർ ഉറങ്ങുന്നു, ബാക്കി 18 മണിക്കൂറും അവൻ മാനസിക തലത്തിൽ നിൽക്കുകയാണ്. അവൻ ചിലപ്പോൾ പ്രാണബോധം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഏതാനും മിനിറ്റുകളായിരിക്കും കടന്നു പോകുന്നത്. നമുക്ക് പ്രാക്ടീസിലേക്ക് വരുമ്പോൾ, ശരയോഗയുടെ പ്രാക്ടീസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഏതാനും മിനിറ്റുകൾ എന്നുള്ളത് മണിക്കൂറുകളായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് നമ്മൾ മാനസിക തലത്തിനെ കുറച്ചൊക്കെ നമ്മൾ മറികടക്കാൻ പഠിച്ചു. നമ്മൾ മാനസിക തലത്തെ മറികടക്കാൻ നമ്മൾ ഓരോ സിറ്റുവേഷൻസിലും ശരബോധത്തിൽ നിന്നുകൊണ്ട്, ശരത്തെ പറയുന്ന ശ്വാസത്തിൻ്റെ സഞ്ചാരഗതിയെ ക്രമപ്പെടുത്തിക്കൊണ്ട് ആ സിറ്റുവേഷനെ മറികടക്കാൻ, ദാറ്റ് ഈസ് ശരനൂൽ ശാസ്ത്രം. അല്ലാതെ വെറുതെ നമ്മൾ ഈ ശരനൂൽ ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടതുമുക്കിക്കൂടെയും വലതുമുക്കിക്കൂടെയുള്ള ശ്വാസത്തെ ശ്രദ്ധിക്കൽ മാത്രമല്ല, ആ ഒരവസ്ഥയെ മറികടക്കാനുള്ള ബോധം, കോൺഷ്യസ്നസ്, ആ പ്രാണബോധത്തിലേക്ക് പ്രവേശിക്കാൻ, അത് നമുക്ക് പൂർണ്ണമായിട്ട് മാനസിക തലത്തെ ഈ പറയുന്ന ഒരു മനുഷ്യനും ജയിക്കാൻ സാധ്യമല്ല. അതിന് ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ആളുകളാണ് മുന്നിൽ വരുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ പിടിച്ച് ശരം പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എപ്പോഴും എല്ലായിടത്തും ഇപ്പം മേലുദ്യോഗസ്ഥ ഉണ്ടാവും, കീഴുദ്യോഗസ്ഥന്മാർ കാണും, ചിലർ ജോലി ചെയ്യാൻ മടിയുള്ളവരായിരിക്കും. അപ്പം അവരുടെ പ്രശ്നവും കൂടെ ചിലപ്പോൾ നമ്മളെ തലയിൽ വരും. അത് നമ്മൾ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഫയറിങ് തിരിച്ചു വരും. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഈ മാനസിക തലത്തിലേക്ക് പോവേണ്ട ഒരു അവസ്ഥ വരില്ലേ? അതാ പറഞ്ഞത്, നമ്മൾ മുഴുവൻ സമയവും മാനസിക തലത്തിൽ ജീവിക്കുകയും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാനസിക തലത്തിൽ അതിൻ്റെ പരിഹാരം തേടി നമ്മുടെ ജീവിതം നിരർത്ഥകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനേക്കാളും ഭേദമല്ലേ നമ്മൾ ഈ പറയുന്ന പ്രാണബോധത്തിൽ നിന്നുകൊണ്ട് ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളെ മറികടന്ന് ഓവർകം ചെയ്ത്, തീർച്ചയായിട്ടും ഒരു പരിധി. ഇതിൻ്റെ പൂർണ്ണമായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ 24 മണിക്കൂറും പ്രാണബോധത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമായിട്ടുള്ള കാര്യമാണ് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അത് സാധിക്കണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴൊക്കെ മാനസിക തലത്തിലേക്ക് പോകുന്നുണ്ടോ എൻ്റെ പ്രാക്ടീസിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എനിക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഞാൻ മാനസിക തലത്തിലേക്ക് പോകുന്നു, മാനസിക തലത്തിൽ ഇതിൻ്റെ ഉത്തരം ഇല്ല, ഇതിൻ്റെ ഉത്തരം പ്രാണനിലേ ഉള്ളൂ, അത് ശ്വാസത്തിലേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അതിനെയാണ് ധാരണ, അവയർനെസ് എന്ന് പറയുന്നത്. ആ അവയർനെസ്സിലേക്ക് വളരെ പെട്ടെന്ന് കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ട്. ആ അവയർനെസ്സിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ മാനസിക തലത്തെ മറികടക്കുന്ന സമയത്തിൻ്റെ വ്യാപ്തി കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ സമയം പ്രാണബോധത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതാണ് ശരിക്കും കൈവല്യ പ്രാപ്തി എന്ന് പറയുന്നത്. ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന വ്രതമെല്ലാം നോറ്റ് നമ്മൾ മല കയറി, നമ്മൾ 18 പടി കയറി ശ്രീധർമ്മശാസ്താവിൻ്റെ മുന്നിലെത്തുമ്പോൾ അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തത്വമസി എന്ന് പറഞ്ഞാൽ നീ എന്തിനെ തേടി വന്നോ നീ തന്നെയാകുന്നു, നിൻ്റെ ഉള്ളിൽ അതിരിക്കുന്നതാണ്. അത് പറയുന്ന ശാസ്താവ് ഇരിക്കുന്ന സ്ഥലം സന്നിധാനമാണ്. സന്നിധാനത്തിൻ്റെ അർത്ഥം പ്രസൻ്റ് എന്നാണ്. പ്രസൻറ്റ്. എപ്പോൾ നീ പ്രസൻറ്റിലേക്ക് എത്തുമോ, നീ നിൻ്റെ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും മറികടന്ന് എപ്പോൾ നീ പ്രസൻറ്റിലേക്ക് എത്തുമോ, നിന്നിൽ പ്രാണബോധം പ്രവർത്തിക്കാൻ തുടങ്ങും, നിന്നിൽ ശുദ്ധബോധം പ്രവർത്തിക്കാൻ തുടങ്ങും. ആ ശുദ്ധബോധത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഡുവാലിറ്റി ഇല്ല. ഇത് എന്താ പ്രശ്നം, പോസിറ്റീവ് നെഗറ്റീവ് ആ തോട്ടില്ല അവിടെ നമുക്ക് ഈ പറയുന്ന എനർജിയിലാണ് നമ്മൾ കണക്റ്റഡായി നിൽക്കുന്നത്. എനർജിക്ക് പ്യുവർ ഫോമാണ്, പ്യുവറാണ് എനർജി. അതിലേക്ക് നമ്മൾ കണക്റ്റഡായി കഴിഞ്ഞാൽ അതാണ് ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതം.